ഹലോ ഗൈസ്, വെൽക്കം ടു ആൻസേഴ്സ് റിവ്യൂസ്. ഇന്ന് ഞാനിവിടെ പറയാൻ പോകുന്നത് നമ്മളെല്ലാവരും ഓൺലൈനിൽ ഏറ്റവും കൂടുതൽ സെർച്ച് ചെയ്യുന്ന ഒരു കാര്യമാണ്. ഓൺലൈനായിട്ട് പർച്ചേസ് ചെയ്യാൻ വേണ്ടി ഏറ്റവും കൂടുതൽ സെർച്ച് ചെയ്യുന്ന ഒരു കാര്യമാണ് ഷൂവിനെ കുറിച്ച്, അതേപോലെ ഫുട്വെയറിനെ കുറിച്ച്. ഇതേപോലെ ഞാനും ഒരുപാട് സെർച്ച് ചെയ്ത് ഒരു ഷൂ വാങ്ങി. ആ ഷൂ വാങ്ങി അതിൻ്റെ എക്സ്പീരിയൻസും ആ ഷൂവിനെ കുറിച്ചുമാണ് ഞാൻ ഇന്നിവിടെ ഈ വീഡിയോയിൽ പറയാൻ പോകുന്നത്. ഞാൻ എൻ്റെ ഫ്രണ്ട് വാങ്ങിയത് കണ്ടിട്ടാണ് ആ ഷൂ എനിക്ക് ഇഷ്ടപ്പെട്ടു. അങ്ങനെ ഞാൻ ആ ഷൂവിനെ കുറിച്ച് ഓൺലൈനിൽ സെർച്ച് ചെയ്തു, ഫ്ലിപ്കാർട്ടിൽ സെർച്ച് ചെയ്തു. അതിനെക്കുറിച്ചുള്ള റിവ്യൂസ് എല്ലാം നല്ല പോസിറ്റീവ് റിവ്യൂസാണ്. അതുകൊണ്ട് തന്നെ ഞാനും വാങ്ങി അതിൻ്റെ ഷൂവിൻ്റെ ബ്രാൻഡ് അഡിഡാസ് എന്ന ബ്രാൻഡാണ്. അത്യാവശ്യം നല്ല ക്വാളിറ്റിയുള്ള ബ്രാൻഡാണ് അഡിഡാസ് എന്നത്. അങ്ങനെ ഞാൻ ആ ഷൂ വാങ്ങിയിട്ടിപ്പോൾ 3 മാസം കഴിഞ്ഞു. 2 മാസമായിട്ട് ഞാൻ ഹെവി ആയിട്ട് യൂസ് ചെയ്യുന്ന ഷൂ ആണ് ഇപ്പോൾ ഞാൻ നിങ്ങൾക്ക് കാണിക്കുന്നത്. ഈ ഷൂവിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇതിനെ ഞാൻ ആദ്യമായിട്ട് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, ആദ്യമായിട്ട് ഷൂവിൻ്റെ ഡിസൈനിങ്ങും ബ്രാൻഡിങ്ങും കാര്യങ്ങളെക്കുറിച്ചും പറയാം. പിന്നെ പറയാൻ പോകുന്നത് ഷൂവിൻ്റെ ക്വാളിറ്റിയെക്കുറിച്ച്. പിന്നെ പറയാൻ പോകുന്നത് ഇതിൻ്റെ കംഫർട്ടിനെ കുറിച്ച്. അത് കഴിഞ്ഞ് ഏറ്റവും ലാസ്റ്റ് നമുക്ക് ഇതിൻ്റെ പ്രൈസിങ്ങും വാല്യൂ ഫോർ മണി ഇതിനെക്കുറിച്ച് നമുക്ക് ചർച്ച ചെയ്യാം. ഓക്കെ, ലെറ്റ്സ് സ്റ്റാർട്ട്. ഓക്കെ, ഇതാണ് ഷൂ, ഞാൻ വാങ്ങിയ ഷൂ. ഇതിപ്പോൾ 2 മാസമായിട്ട് ഞാൻ യൂസ് ചെയ്യുന്നു. ഈ ഷൂവിനെ കുറിച്ച് പറയുമ്പോൾ ആദ്യമായിട്ട് ലുക്ക് എന്ന് പറഞ്ഞാൽ ഡിസൈനും ലുക്കും കാര്യം എന്ന് വെച്ചാൽ നല്ല പെർഫെക്റ്റ് ഡിസൈനാണ്. ഇത് ഹൈക്കിംഗ് ടൈപ്പ് ഷൂ ആണ്. ഹൈക്കിങ്ങിനൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന ഷൂ ആണ്. ഈ ഷൂവിൽ എന്ന് പറഞ്ഞാൽ ബ്രാൻഡിങ് എന്ന് പറഞ്ഞാൽ നല്ല അടിപൊളി ബ്രാൻഡിങ് അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട് അഡിഡാസ്. ഇവിടെ ഉണ്ട്, പിന്നെ അതേപോലെ ഇവിടെ ഒരു ബ്രാൻഡിങ് ഉണ്ട്, ഇവിടെ ഉണ്ട്, ഉള്ളിൽ ബ്രാൻഡിങ് ഉണ്ട്. എല്ലാം പെർഫെക്റ്റ് ആയിട്ട് കറക്റ്റ് ബ്രാൻഡിങ് ചെയ്തിട്ടുണ്ട്. അതേപോലെ താഴെയുണ്ട് ബ്രാൻഡിങ്. നമ്മൾ ഏറ്റവും കൂടുതലായിട്ട് ഷൂ എന്ന് പറഞ്ഞാൽ നമ്മൾ നടക്കുമ്പോഴും ഓടുമ്പോഴൊക്കെ ഏറ്റവും കൂടുതൽ ഹിറ്റ് ചെയ്യുന്ന ഭാഗമാണ് ഈ ഭാഗം. ഈ സോള്, അതായത് അടിഭാഗം ഇങ്ങനെ വരുന്നതുകൊണ്ട് കുറേ പരിക്കുകളും കാര്യങ്ങളൊക്കെ ഇതുകൊണ്ട് തടുക്കാൻ സാധിക്കും. ഇങ്ങനെ ഫോൾഡ് ചെയ്ത് വരുന്നുണ്ട്, ഞങ്ങൾക്ക് കാണാൻ സാധിക്കും. പിന്നെ അതുപോലെ തന്നെ ബാക്കിലുമൊക്കെ ഹിറ്റ് ചെയ്യാറുണ്ട്, കല്ലിലൊക്കെ ഹിറ്റ് ചെയ്ത് കൂടുതലായിട്ട് ഷൂവിൻ്റെ അപ്പർ പോർഷന് കംപ്ലൈൻറ്റ് വരാതിരിക്കാൻ ഇങ്ങനത്തെ പാഡിങ് ഉപകാരപ്പെടും. അങ്ങനെ ചെയ്തിട്ടുണ്ട്. പിന്നെന്ന് വെച്ചാൽ പിന്നെ എടുത്ത് പറയേണ്ടത് ഇതിൻ്റെ ലൈസാണ്. ലൈസ് എന്ന് പറഞ്ഞാൽ റൗണ്ട് ഷേപ്പ് ലൈസാണ്. ഇതുകൊണ്ടുള്ള ഉപകാരം എന്തെന്ന് വെച്ചാൽ കാണാൻ കുറച്ചുകൂടി സ്പോർട്ടി ആയിരിക്കും, കുറച്ചുകൂടി നല്ലൊരു ലുക്ക് ഫീൽ ചെയ്യുന്നു. പിന്നെ വേറെ ഗുണമെന്ന് വെച്ചാൽ ഇത് ടൈ ചെയ്യാനും ഇങ്ങനെ ടാങ്കിൾ ചെയ്യാതെ പെട്ടെന്ന് ടൈ ചെയ്യാനും ഒക്കെ സുഖമാണ്. പിന്നെ ഇതിൻ്റെ ഒരു പോരായ്മ എന്ന് വെച്ചാൽ, എന്നാലും പോരായ്മയായിട്ട് നമുക്ക് പറയാം, അതായത് നമ്മൾ ടൈ ചെയ്യുമ്പോൾ ടൈറ്റായിട്ട് ടൈ ചെയ്തില്ലെങ്കിൽ, ഫ്ലാറ്റായിട്ടുള്ള ലൈസാണെങ്കിൽ നമ്മൾ ടൈ ചെയ്താൽ ജസ്റ്റ് അവിടെ ടൈ ചെയ്താൽ തന്നെ നിൽക്കും. പക്ഷേ ഇതെന്ന് വെച്ചാൽ നല്ല ടൈറ്റായിട്ട് ടൈ ചെയ്തിട്ടില്ല എങ്കിൽ ഇതിൻ്റെ ടൈ നമ്മൾ കെട്ടിയത് അയ്യാൻ സാധ്യതയുണ്ട്. എനിക്ക് 2-3 പ്രാവശ്യം അങ്ങനെ അനുഭവമുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് പറയുന്നത്. ഇതൊരു മിഡ് ആംഗിൾ ഷൂ ആണ്. ഇതൊരു മിഡ് ആംഗിൾ ഷൂ ആണ്. മിഡ് ആംഗിൾ എന്ന് വെച്ചാൽ നിര്യാണിയുടെ പകുതി വരെ ഉണ്ടാവും, ഏകദേശം ഫുൾ എന്ന് പറയാം. ഫുള്ളിനോടടുത്ത് വരും. ഇവിടുന്ന് അങ്ങോട്ടുള്ള ഈ ഹൈറ്റ്, ഇതിൽ ഹൈറ്റ് കുറഞ്ഞതുകൊണ്ട്, അതായത് ലോ ആംഗിൾ ഷൂ ഉണ്ട്. ഇതേ ഡിസൈൻ ലോ ആംഗിൾ ഷൂ ലഭ്യമാണ് ഫ്ലിപ്കാർട്ടിൽ. നിങ്ങൾക്ക് അതാണ് ഇഷ്ടമെങ്കിൽ അത് വാങ്ങാം. എനിക്ക് കുറച്ച് മിഡ് ആംഗിൾ ഷൂവിനോടാണ് താല്പര്യം. അതുകൊണ്ടാണ് ഞാൻ മിഡ് ആംഗിൾ ഷൂ എടുത്തത്. ഇതിന് കുറച്ച് കോസ്റ്റ് കൂടും. ലോ ആംഗിൾ എടുക്കുമ്പോൾ കുറച്ച് കോസ്റ്റ് കുറയും. അപ്പോൾ നിങ്ങളുടെ താല്പര്യത്തിനനുസരിച്ച് എടുക്കുക. ക്വാളിറ്റിയെക്കുറിച്ച് പറയുമ്പോൾ നമുക്ക് ആദ്യമായിട്ട് ഇവിടെ അപ്പർ പോർഷനെ കുറിച്ച് പറയാം. അപ്പർ പോർഷൻ ഇവിടെയൊക്കെ ലെതറാണ് യൂസ് ചെയ്തിട്ടുള്ളത്. ഈ ഭാഗമൊക്കെ ഇവിടെയൊക്കെ ഫോക്സ് ലെതർ മെറ്റീരിയലാണ് യൂസ് ചെയ്തിരിക്കുന്നത്. പിന്നെ കൂടുതലായിട്ട് ലെതർ മെറ്റീരിയൽ കൂടുതലായിട്ട് യൂസ് ചെയ്ത് ഏതാണ് അഡിഡാസ്, അതിൻ്റെ ഡീറ്റെയിൽസിലും കാര്യത്തിലൊന്നും പറയുന്നില്ല. അതുകൊണ്ട് കൂടുതലായിട്ട് എനിക്കറിയില്ല. എന്നിരുന്നാലും
നല്ല കംഫർട്ടബിൾ, നല്ല ക്വാളിറ്റി ഷൂ ആണ്. കാരണം എന്ന് വെച്ചാൽ ഞാൻ ഒരുപാട് ഹെവി ആയിട്ടാണ് ഇത് യൂസ് ചെയ്യുന്നത്. വെരി കെയർലെസ് ആയിട്ടാണ് ഞാൻ ഇത് യൂസ് ചെയ്യുന്നത്. എന്നിരുന്നാലും ഇവിടെ ഒന്നും കൂടുതലായിട്ടൊന്നും സ്ക്രാച്ച് ഇല്ല. സാധാരണ ഒരു ഷൂ ആണെങ്കിൽ, ഞാൻ മുമ്പ് ഷൂ ഉപയോഗിച്ച് പരിചയം കൊണ്ട് പറയുന്നു, സാധാരണ ഇതേ യൂസേജ് ആണെങ്കിൽ ഒരുപാട് സ്ക്രാച്ചസ് ഷൂവിൽ വന്നിട്ടുണ്ടാകും. പക്ഷേ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഇവിടെ ഒന്നും സ്ക്രാച്ച് ഇല്ല. പിന്നെ ആകെ സ്ക്രാച്ച് ഉള്ളത് എവിടെയെന്ന് വെച്ചാൽ ഇവിടെ ചെറിയ സ്ക്രാച്ച് ഉണ്ട്. ഡയറക്റ്റ് ഷാർപ്പ് ഒബ്ജക്റ്റിൽ ഹിറ്റ് ചെയ്ത ഒരു സ്ക്രാച്ച് ഉണ്ട്. ഇതാണ് ഹെവി ആയിട്ടുള്ളൊരു സ്ക്രാച്ച് എന്ന് പറഞ്ഞാൽ. വേറെ ഒരു സ്ക്രാച്ചൊന്നും നമുക്ക് അത്ര, കുറച്ചൊക്കെ നല്ല രീതിയിൽ തന്നെ നോക്കിയാൽ തന്നെ വേറെ സ്ക്രാച്ചൊന്നും നമുക്ക് കാണാൻ പറ്റില്ല. പിന്നെ അതുപോലെ ഇതിൻ്റെ ഇവിടെ സ്റ്റിച്ചിങ്ങും അതേപോലെ ഗ്ലൂയിങ്, അതായത് ഒട്ടിച്ചതൊക്കെ നോക്കിയാൽ വളരെ പെർഫെക്റ്റാണ്. ഞാൻ ഇത്രയും യൂസ് ചെയ്തിട്ട് പോലും ഇത് ഇവിടെ നിന്നും വിട്ടുപോരുന്ന ഒരു ലക്ഷണം അങ്ങനെയൊന്നുമില്ല. നല്ല ക്വാളിറ്റിയാണ് എനിക്ക് തോന്നുന്നത്. നല്ല ക്വാളിറ്റി കുറേ കാലം ഈട് നിൽക്കും എന്നാണ് എനിക്ക് തോന്നുന്നത് എൻ്റെ അഭിപ്രായത്തിൽ. പിന്നെന്ന് വെച്ചാൽ പിന്നെ നമുക്ക് പറയാനുള്ളത് സോളിനെ കുറിച്ചാണ്. ഇതിപ്പോൾ 2 മാസമായിട്ട് ഞാൻ യൂസ് ചെയ്യുന്നു ഈ ഷൂ യൂസ് ചെയ്തിട്ട്. ഇത്രയും വാക്കിംഗ് കുറവാണെങ്കിൽ, വാക്കിങ്ങും ഹൈക്കിങ്ങും ഒക്കെ കൂടുതലും കാര്യമായിട്ടൊന്നുമില്ലെങ്കിലും അത്യാവശ്യമൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിലും ഇതിൻ്റെ സോൾ പാർട്ട്, അതായത് അടിവശം കാര്യമായിട്ട് തേഞ്ഞിട്ടില്ല. കൂടുതൽ കാലം ഈട് നിൽക്കും എന്ന് ഉറപ്പാണ്. കാരണം എന്ന് വെച്ചാൽ അത്രയ്ക്ക് നീറ്റായിട്ട് ഇപ്പോഴും നിൽക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ പറയാൻ കാരണം. പിന്നെന്താ കംഫർട്ടിനെ കുറിച്ച് പറയുമ്പോൾ, ഞാനിത് മാക്സിമം ഒരു 10 മണിക്കൂർ വരെ കണ്ടിന്യൂസ് ആയിട്ട് യൂസ് ചെയ്തിട്ടുണ്ട്. അതിലൊന്നും എനിക്കൊരു അൺകംഫർട്ടബിളായിട്ട്, അതായത് സുഖകരമല്ലാത്ത രീതിയിലൊന്നും എനിക്ക് തോന്നിയിട്ടില്ല. കാര്യമായിട്ട് എന്താണെന്ന് വെച്ചാൽ ഇന്നർ മെറ്റീരിയലൊക്കെ ക്ലോത്തിങ് ആയതിനെ കൊണ്ട് കൂടുതൽ എയർ സർക്കുലേഷൻ കിട്ടും. ഇന്നർ ഉള്ളിലൊക്കെ ക്ലോത്തിങ് ആണ്, അതുകൊണ്ട് എയർ സർക്കുലേഷൻ കിട്ടും. നല്ല ക്വാളിറ്റി മെറ്റീരിയലാണ് ഉള്ളിലൊക്കെ, അതുകൊണ്ട് എയർ സർക്കുലേഷൻ കിട്ടും. കൂടുതൽ നേരം യൂസ് ചെയ്താലും കംഫർട്ടബിൾ ആയിരിക്കും. അങ്ങനെ എനിക്ക് അനുഭവപ്പെട്ടു. കംഫർട്ടബിളാണ് ഷൂ. ഇനി നമുക്ക് പ്രൈസിങ്ങിനെ കുറിച്ച് പറയാം. പ്രൈസിങ് എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ MRP എന്ന് പറഞ്ഞാൽ 5000 റുപ്പീസാണ്. ഇത് ഞാൻ ഓൺലൈനിൽ പർച്ചേസ് ചെയ്തത് ഫ്ലിപ്കാർട്ടിൽ നിന്നാണ്. ഇതിനെനിക്ക് 2700 രൂപ ഞാൻ ഇതിന് മുടക്കി. നമ്മളൊരു കാര്യം പറയാൻ വിട്ടു, ഫിറ്റിംഗ് എന്ന് പറഞ്ഞാൽ ഇതിൽ എല്ലാവരും റിവ്യൂസിൽ പറയുന്നതെന്ന് വെച്ചാൽ ഫിറ്റിംഗ് ഒരു യൂണിറ്റ്, എൻ്റെ കറക്റ്റ് ഫിറ്റിംഗ് എന്ന് പറഞ്ഞാൽ 6 ഇഞ്ചാണ് എൻ്റെ കാലിൻ്റെ സൈസ്. സാധാരണ ഷൂവിൻ്റെ സൈസ് ഞാൻ 6 ഇഞ്ച് ഷൂ ആണ് എടുക്കാറ്. പക്ഷേ റിവ്യൂസിലൊക്കെ വായിച്ചപ്പോൾ, നമ്മൾ റിവ്യൂസ് ഒരു ഷൂ അല്ലെങ്കിൽ എന്ത് ഐറ്റം എടുക്കുകയാണെങ്കിലും റിവ്യൂസ് പക്കയായിട്ട് റീഡ് ചെയ്യണം ഓൺലൈനിൽ നിന്ന് വാങ്ങുമ്പോൾ. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഒരു സൈസ് കൂട്ടി വാങ്ങുന്നത് നന്നായിരിക്കും എന്നൊരു അഭിപ്രായം കൂടുതലായിട്ട് കണ്ടു. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഞാൻ 7 സൈസുള്ളതാണ് എടുത്തത്. അതായത് 7 ഇഞ്ച് സൈസുള്ളത് എടുത്തപ്പോൾ എനിക്ക് പക്ക പെർഫെക്റ്റ് ഫിറ്റിംഗ് ആണ് കിട്ടുന്നത്. നല്ല ഓവറാവുന്നില്ല, ഒരിക്കലും ടൈറ്റും അല്ല, കംഫർട്ടബിൾ ആയിട്ടുള്ള ഫിറ്റിംഗ് ആണ് കിട്ടുന്നത്. അപ്പോൾ ഞാൻ നിങ്ങളോട് നിർദ്ദേശിക്കുന്നു എന്തെന്ന് വെച്ചാൽ, നിങ്ങൾ ഈ ഷൂ ഫ്ലിപ്കാർട്ടിൽ നിന്ന് വാങ്ങുകയാണെങ്കിൽ നിങ്ങളുടെ കറക്റ്റ് സൈസ് എടുക്കാതെ കുറച്ചൊന്നും കൂടുതലായിട്ട് എടുക്കുന്നത് നന്നായിരിക്കും എന്നൊരു അഭിപ്രായം എനിക്കുണ്ട്. പിന്നെ പ്രൈസിങ്ങിനെ കുറിച്ച് പ്രൈസിങ്ങിലേക്ക് മടങ്ങി വരാം. പ്രൈസിങ്ങിൽ 5000, അതായത് 2500 രൂപയ്ക്ക് മുകളിൽ 3000 ആ റേഞ്ചിലൊക്കെ കിട്ടുകയാണെങ്കിൽ നല്ലൊരു ബെനിഫിറ്റുള്ള പർച്ചേസിങ് ആയിരിക്കും. തീർച്ചയായിട്ടും അങ്ങനെയാണെങ്കിൽ നിങ്ങൾ വാങ്ങണം. പ്രൈസ് നോക്കിയിട്ട് ഒറ്റയടിക്ക് പോയിട്ട് വാങ്ങരുത്. പ്രൈസ് നോക്കി കുറേ ടൈം അനലൈസ് ചെയ്തിട്ട് നമുക്ക് കുറേ ദിവസം കൊണ്ട് പർച്ചേസ് ചെയ്യുന്ന ഒരു ഐറ്റമാണിത്. കാരണം വെച്ചാൽ പ്രൈസിങ് 5000 ആയിരിക്കും, ചിലപ്പം 4500 ആയിരിക്കും, ചിലപ്പോൾ 4000 ആയിരിക്കും. തൊട്ടടുത്ത് നമ്മൾ വാങ്ങി പിറ്റേ ദിവസം ചിലപ്പോൾ 3000 ആയിരിക്കും. അപ്പോൾ അതുകൊണ്ട് നമ്മൾ സൂക്ഷിച്ച് വാങ്ങണം. ഒരു 3000 റേഞ്ചിലൊക്കെ ആണെങ്കിൽ തീർച്ചയായിട്ടും വാങ്ങാം. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും ഈ വീഡിയോക്ക് ലൈക്ക് അടിക്കണം. ഈ വീഡിയോയിൽ എന്തെങ്കിലും പോരായ്മ ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ കൂടുതലായിട്ട് എന്തെങ്കിലും ആഡ് ചെയ്യണമെങ്കിൽ, നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക, താഴെ കമൻറ്റ് ചെയ്യുക. പിന്നെ എൻ്റെ മറ്റ് വീഡിയോസും കാണുക. തീർച്ചയായിട്ടും നിങ്ങൾക്ക് കൂടുതൽ വീഡിയോസ് ഈ ചാനലിൽ പ്രതീക്ഷിക്കാം. ഈ ചാനൽ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യണം. ആൻഡ് ദാറ്റ്സ് ഓൾ. താങ്ക്സ് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ.